പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 6th സെമസ്റ്ററിലെ കോർ പേപ്പറായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് പേപ്പറായിട്ടുള്ള ഇൻ്റർനാഷണൽ എക്കണോമിക്സ്, അതിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസറുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേര് ഇൻട്രഡക്ഷൻ ടു ഇൻ്റർനാഷണൽ എക്കണോമിക്സ്. അങ്ങനെ ഒരു പേര് കൊണ്ട് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാൻ ഒരു ക്വസ്റ്റ്യനാണ് ഇൻ്റർനാഷണൽ എക്കണോമിക്സ്. ഡിഫൈൻ ഇൻ്റർനാഷണൽ എക്കണോമിക്സ്. This branch of economics deals with the study of economic interaction among countries, including trade, investment, finance and policy coordination to understand global economic system and relationship. എക്കണോമിക്സിലെ ഒരു ബ്രാഞ്ചാണ് ഇൻ്റർനാഷണൽ എക്കണോമിക്സ്. ഇത് നമ്മൾ പഠിക്കുന്നത് എക്കണോമിക് ഇൻട്രാക്ഷൻ എമംഗ് കൺട്രീസ്, രാജ്യങ്ങൾ തമ്മിലുള്ള എക്കണോമിക് ഇൻട്രാക്ഷൻ ഇൻക്ലൂഡിങ് ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസ് ആൻഡ് പോളിസി കോർഡിനേഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടു അണ്ടർസ്റ്റാൻഡ് ഗ്ലോബൽ എക്കണോമിക് സിസ്റ്റം ആൻഡ് റിലേഷൻഷിപ്പ്. ഗ്ലോബൽ എക്കണോമിക് സിസ്റ്റവും അവർ തമ്മിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് ടേംസ് ഓഫ് ട്രേഡ്. ടേംസ് ഓഫ് ട്രേഡ് റെഫേഴ്സ് ടു റേഷ്യോ ഓഫ് എക്സ്പോർട്ട് പ്രൈസ് ടു ഇമ്പോർട്ട് പ്രൈസ്. റേഷ്യോ ഓഫ് എക്സ്പോർട്ട് പ്രൈസ് ടു ഇമ്പോർട്ട് പ്രൈസ്. എക്സ്പോർട്ട് പ്രൈസും ഇമ്പോർട്ട് പ്രൈസിൻ്റെയും റേഷ്യോ ആണെന്ന് പറയാം ടേംസ് ഓഫ് ട്രേഡ്. When countries' terms of trade improve, it means that its export prices are rising relative to its import prices. കൺട്രിയുടെ ടേംസ് ഓഫ് ട്രേഡ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് പ്രൈസ് എന്തായിരിക്കും? റൈസ് ചെയ്യുന്നുണ്ടാവും ഇമ്പോർട്ട് പ്രൈസിനെ അപേക്ഷിച്ച്. അലോയിങ് ടു ബൈ മോർ ഇമ്പോർട്ട് വിത്ത് ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് എക്സ്പോർട്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ടേംസ് ഓഫ് ട്രേഡ് ഇമ്പ്രൂവ് ചെയ്യില്ല, ലോവറിങ് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ട് പ്രൈസാണ് ഇൻക്രീസ് ചെയ്യുന്നത്, എക്സ്പോർട്ട് പ്രൈസ് കുറയുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത് ബൈലാറ്ററൽ ട്രേഡ്. ബൈലാറ്ററൽ ട്രേഡ് റെഫേഴ്സ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ ക്യാപിറ്റൽ ബിറ്റ്വീൻ 2 കൺട്രീസ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിനെ എന്ത് പറയുക? ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറയാം. ഇറ്റ് ഇൻവോൾവ്സ് ദ നെഗോസിയേഷൻ ഓഫ് ട്രേഡ് അഗ്രിമെൻറ്റ്, താരിഫ് ആൻഡ് ക്വാട്ടാസ് ബിറ്റ്വീൻ സ്പെസിഫിക് പേഴ്സ് ഓഫ് നാഷൻ ടു ഫെസിലിറ്റേറ്റ് എക്കണോമിക് ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് അഗ്രിമെൻറ്റ്, ഓരോ രാജ്യങ്ങൾ തമ്മിൽ ചുമത്തേണ്ട താരിഫ് പറഞ്ഞാൽ സാധനങ്ങൾ എക്സ്പോർട്ടും ഇമ്പോർട്ടൊക്കെ ചെയ്യുമ്പോഴുള്ള ടാക്സ്, ആൻഡ് കോട്ടസ് എത്രയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് രാജ്യത്തിലേക്ക് എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു നെഗോസിയേഷനൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇനി ഇന്റേണൽ ട്രേഡ് ആൾസോ നോൺ ആസ് ഡൊമസ്റ്റിക് ട്രേഡ് ഇൻവോൾവ്സ് ബൈ ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വിത്തിൻ ദ ബോർഡർ ഓഫ് എ സിംഗിൾ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന ട്രേഡിനെ എന്ത് പറയുക? ഇന്റേണൽ ട്രേഡ് എന്ന് പറയാം. ഇറ്റ് ഇൻക്ലൂഡ് ട്രേഡ് ആക്ടിവിറ്റീസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റീജിയൻ, പ്രൊവിൻസ് ഓർ സ്റ്റേറ്റ് വിത്തിൻ ദ നാഷണൽ എക്കോണമി. ഒരു രാജ്യത്തിനകത്ത് സ്റ്റേറ്റുകൾ തമ്മിൽ, പ്രൊവിൻസൊക്കെ തമ്മിൽ, ഡിഫറെൻറ്റ് റീജിയനുകൾ തമ്മിൽ നടക്കുന്ന ട്രേഡിനെ എന്ത് പറയുക? ഇന്റേണൽ ട്രേഡ് എന്ന് നമ്മൾ പറയുക. ഇനി ബാലൻസ് ഓഫ് ട്രേഡ് റെപ്രസെൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ് ഓഫ് കൺട്രീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഡ്യൂറിങ് ഗിവൺ പീരീഡ്. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിലെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസത്തെ എന്ന് പറയാം ബാലൻസ് ഓഫ് ട്രേഡിൽ സർപ്ലസ് ഒക്കേഴ്സ് വെൻ എക്സ്പോർട്ട് എക്സീഡ് ഇമ്പോർട്ട് എന്ന് പറയാം. 2 രാജ്യങ്ങൾ തമ്മിലുള്ള എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസത്തെ എന്ത് പറയാം? ബാലൻസ് ഓഫ് ട്രേഡ്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണെന്ത്? ബാലൻസ് ഓഫ് ട്രേഡ്. ഇതിൽ സർപ്ലസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവായിരിക്കും. ഇത് ഡെഫിസിറ്റ് ആണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവുമായിരിക്കും. നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ ട്രേഡ്. വാട്ട് ഈസ് ഇൻ്റർനാഷണൽ ട്രേഡ്? ഇറ്റ് റെഫേഴ്സ് ടു എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ക്യാപിറ്റൽ ബിറ്റ്വീൻ കൺട്രി. രാജ്യങ്ങൾ തമ്മിൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ക്യാപിറ്റൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് എന്ത് പറയാം? ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയാം. ഇതിൻ്റെ ഭാഗമായിട്ട് ഇറ്റ് ഇൻവോൾവിങ് ബൈ ആൻഡ് സെല്ലിംഗ് ഓഫ് പ്രൊഡക്റ്റ് അക്രോസ് ഇൻ്റർനാഷണൽ ബോർഡേഴ്സ്. രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? ഇൻ്റർനാഷണൽ ബോർഡറിന് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് സാധനങ്ങൾ എന്ത് ചെയ്യും? വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. ദീസ് എക്കണോമിക് ആക്ടിവിറ്റീസ് അലോസ് ദ നാഷൻ ടു സ്പെഷ്യലൈസ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസ് എഫിഷ്യൻ്റ്ലി. ഇതെന്ത് ചെയ്യും? ഈ ഒരു എക്കണോമിക് ആക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിന് ചില ഗുഡ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും ഗുഡ്സ് ആൻഡ് സർവീസസിൽ, ലീഡിങ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, എക്കണോമിക് ഗ്രോത്ത്, ഗ്ലോബൽ ഇൻ്റർഡിപ്പെൻഡൻസ്. ഓക്കെ, ഇനി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. എക്സ്പോർട്ട് റെഫേഴ്സ് ടു ദ സെയിൽ ഓഫ് ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു ഫോറിൻ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുക? ഡൊമസ്റ്റിക്കിലെ ഗുഡ്സ് ആൻഡ് സർവീസ് വിൽക്കുന്നതിന് എന്ത് പറയുക? എക്സ്പോർട്ട് എന്ന് പറയാം. കോൺട്രിബ്യൂട്ടിങ് ടു ഔട്ട്ബൗണ്ട് ട്രേഡ്
ഇമ്പോർട്ട് ഓൺ ദ അതർ ഹാൻഡ് റെഫേഴ്സ് ടു പർച്ചേസ് ഓഫ് ഫോറിൻ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ ഡൊമസ്റ്റിക് കൺസംഷൻ ഓർ പ്രൊഡക്ഷൻ കോൺട്രിബ്യൂട്ടിങ് ടു ഇൻബൗണ്ട് ട്രേഡ്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാണ്, പർച്ചേസ് ചെയ്യണം. ഫോറിൻ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് എന്ത് പറയുക, ഇമ്പോർട്ട് എന്ന് നമ്മൾ പറയാം. ഇനി അടുത്ത് എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി. ഈ കറൻസികൾ തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോഴുള്ള റേറ്റിനെ എന്ത് പറയാം, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് ഒരു കറൻസിയുടെ പ്രൈസ് മറ്റൊരു കറൻസിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കറൻസിക്ക് ഇപ്പോൾ 82 രൂപയാണ് ഡോളർ റേറ്റ് എന്ന് നമ്മൾ പറയും. ഒരു ഡോളർ വാങ്ങുമ്പോൾ ഇന്ത്യൻ കറൻസിയുടെ വില 82 രൂപയാണ്. ഇതിനെന്ത് പറയാം, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് നമ്മൾ പറയാം. ഇറ്റ് ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് ഫിനാൻഷ്യൽ അസറ്റ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫിനാൻസ്. ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫിനാൻസിലെ ഗുഡ്സ് ആൻഡ് സർവീസ് ഫിനാൻഷ്യൽ അസറ്റിൻ്റെ വാല്യൂ ഇങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ റേറ്റ് അറിഞ്ഞാൽ ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുള്ളൂ. എക്സ്ചേഞ്ച് റേറ്റ് ക്യാൻ ബി എയ്തർ ഫിക്സഡ് ബൈ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ഫ്ലോട്ട് ഫ്രീലി ബേസ്ഡ് ഓൺ മാർക്കറ്റ് ഫോഴ്സ്. ഇതെന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാൻ പറ്റും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ കൊണ്ട്. അതേപോലെ അല്ലെങ്കിൽ ഫ്ലോട്ട് ഫ്രീലി ബേസ്ഡ് ഓൺ മാർക്കറ്റിലെ ഡിമാൻഡ് സപ്ലൈക്ക് അനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി അടുത്ത് എൻട്രി പോർട്ട് ട്രേഡ്. ഇറ്റ് റെഫേഴ്സ് ടു ടൈപ്പ് ഓഫ് ട്രേഡ് വേർ ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഇൻ ടു സ്പെസിഫിക് ലൊക്കേഷൻ. ഒരു രാജ്യത്തേക്ക് എന്ത് ചെയ്യും, ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ദെൻ റീ എക്സ്പോർട്ട് ടു അതർ ഡെസ്റ്റിനേഷൻ വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് അൾട്ടർനേഷൻ ഓർ പ്രോസസ്സിങ്. ഗുഡ്സിൽ അൾട്ടറേഷനോ മറ്റൊന്നും വരുത്താൻ എന്ത് ചെയ്യും, അവിടുന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യും. അതിനെന്ത് പറയാം, എൻട്രി പോർട്ട് ട്രേഡ് എന്ന് പറയാം. ലാസ്റ്റ് വൺ ഒതാർക്കി. Autarky refers to a situation in which a country or an economy is self-sufficient and does not engage in significant trade or economic interaction with the other nation. ഒതാർക്കി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കും. അവർ എന്തായിരിക്കും, മറ്റു രാജ്യങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻ ഉണ്ടായിരിക്കില്ല. അതിനെന്ത് പറയാം, ഒതാർക്കി എന്ന് പറയാം. ആ രാജ്യം എന്തായിരിക്കും, ക്ലോസ്ഡ് എക്കോണമി ആയിരിക്കും. മറ്റു രാജ്യങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻ ഉണ്ടാവില്ല. അതിനെന്ത് പറയും, ഒതാർക്കി എന്ന് പറയും. ഇതോടുകൂടി ഫസ്റ്റ് മൊഡ്യൂൾ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.